ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് അപ്ലോഡിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെയർ ക്രിയേഷൻ ആണ് ചെയ്യുന്നത്. ചെയർ ക്രിയേഷൻ ഞാൻ ഒരു 3ds Max സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ചെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനിവിടെ മോഡിഫയർ ഇവിടെ ക്രിയേറ്റിൽ പോയിട്ട് കമാൻഡ് പാനലിൽ ക്രിയേറ്റിൽ പോയിട്ട് ഞാൻ അവിടെ ഒരു ലൈൻ എടുത്ത് ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ലൈൻ എടുത്ത് ഞാനിവിടെ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഫ്രണ്ട് വ്യൂയിൽ ഇടുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട് വ്യൂയിൽ ഇട്ടതിന് ശേഷം ഞാൻ ഈ ഒരു ഗ്രിഡിന്റെ മുകളിലൂടെ ഈ ഒരു ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ ഫസ്റ്റ് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഒരു ചെയറിന്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെയറിന്റെ ഈ ഷാർപ്പ് എഡ്ജസ് കോർണറൊക്കെ ഞാനിവിടെ ഫിലറ്റ് ചെയ്യുന്നുണ്ട്. ഫിലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മോഡിഫയർ ലിസ്റ്റിൽ പോകുന്നുണ്ട്. മോഡിഫയർ ലിസ്റ്റിൽ ഇവിടെ ലൈൻസിന്റെ അണ്ടറിൽ വേർട്ടെക്സ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. വേർട്ടെക്സ് സെലക്ട് ചെയ്തതിനു ശേഷം ഞാനിവിടെ ഈ ഒരു റെൻഡറിങ്ങിന്റെ താഴെ ഞാൻ ഇതൊന്ന് ടൂൾ ബാർ ഒന്ന് താഴോട്ട് ക്ലിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ജോമെട്രി ഇവിടെ ഫില്ലറ്റ് വരുന്നുണ്ട്. ഞാൻ ഈ രണ്ട് വേർട്ടെക്സും സെലക്ട് ചെയ്തിട്ട് ഞാനൊന്ന് ഫില്ലറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫില്ലറ്റ് എമൗണ്ട് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ ഈ വേർട്ടെക്സും സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒന്ന് ഫില്ലറ്റ് ചെയ്യുന്നുണ്ട്. ഫില്ലറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ജസ്റ്റ് ഒരു കോപ്പിയാണ് എടുത്ത് ഇവിടെ വെക്കുന്നുണ്ട്. കോപ്പി എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ ഒരു എക്സ് ഡയറക്ഷനിലേക്ക് ഞാൻ അവിടെ മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് സോഴ്സ് ഫയൽ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ മോഡിഫയർ ലിസ്റ്റിൽ പോയിട്ട് ഇതിനെ എനിക്ക് തിക്നെസ് കൂട്ടണം. തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇനേബിൾ ഇൻ വ്യൂ പോർട്ട് ടിക്ക് ഇടുന്നുണ്ട്. ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കിട്ടും. ഇതിൽ ഇത്ര തിക്നെസ് വേണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴെ റേഡിയൽ ഉണ്ട്. റേഡിയലിന്റെ തിക്നെസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി സിംഗിൾ പോർഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പീസും കൂടി വേണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതിനെ കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടാണ് ഇവിടെ കോപ്പി ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടിനും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് താഴോട്ട് പോകുന്നുണ്ട്. അതിൽ ഇവിടെ ജോമെട്രിയിൽ അറ്റാച്ച് ഉണ്ട്. ഞാനിവിടെ അറ്റാച്ച് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ ഈ ഒരു ലാസ്റ്റ് പോർഷനിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു സപ്പോർട്ട് പോകണം. സപ്പോർട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് വരയ്ക്കാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ താഴെ ഇവിടെ ക്രിയേറ്റ് ലൈൻ ഉണ്ട്. ക്രിയേറ്റ് ലൈൻ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക് വെൽഡ് ഓൺ ആണെന്ന് നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ സ്നാപ്പ് ഓൺ ആക്കുന്നുണ്ട്. സ്നാപ്പ് ഓൺ ആക്കിയിട്ട് ഞാൻ ഈ ഒരു പോയിന്റ് ഓക്കെ, ജസ്റ്റ് അതിൽ എറർ വന്നിട്ടുണ്ട്. ഞാനൊന്ന് സ്നാപ്പ് ഓൺ ആക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പോയിന്റ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ സപ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിനെ ഈ ഒരു പോർഷനും നമുക്ക് വെൽഡ് ചെയ്യണം. ഓക്കെ, വെൽഡ് അല്ല, ഫില്ലറ്റ് ചെയ്യണം. ഫില്ലറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. എസ്കേപ്പ് അടിക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ഷന്റെ ഔട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി സെലക്ഷന്റെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇവിടെ വേർട്ടെക്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ വേർട്ടെക്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൺട്രോൾ പ്രസ് ചെയ്ത് ഞാൻ ഇവിടെ ഈ വേർട്ടെക്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാനൊന്ന് ഫില്ലറ്റ് ചെയ്യുന്നുണ്ട്. ഫില്ലറ്റ് ചെയ്താൽ വരുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഫില്ലറ്റ് ചെയ്യുന്നുണ്ട്. ഫില്ലറ്റ് ചെയ്യുമ്പോൾ സിംഗിൾ പോർഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ അതെന്തുകൊണ്ടാണ് ആവാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വെൽഡ് ചെയ്യണം ഈ ഒരു പോർഷനായിട്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് കൺട്രോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വെൽഡ് ചെയ്തിട്ട് ബാക്കി ഫില്ലറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഈ വേർട്ടെക്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഡ്രാഗ് ചെയ്തിടാം. രണ്ട് വേർട്ടെക്സ് സെലക്ട് ആയിക്കോളും. ഓക്കെ, ഇനി ഇവിടെ വെൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. വെൽഡ് എന്ന് പറഞ്ഞാൽ ജോമെട്രിയിൽ തന്നെയാണ് വരുന്നത്. ഞാനിവിടെ വെൽഡ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. വെൽഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചെറിയ ചേഞ്ചസ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ
വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നുണ്ട്, ഈ വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ ഇതും സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫിലറ്റ് വാല്യൂ ഞാനിവിടെ കൂട്ടി കൊടുക്കുന്നുണ്ട്. എത്ര റേഡിയസിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൺട്രോൾ ചെയ്താൽ മതി ഫിലറ്റ്. ഓക്കെ, ഞാൻ ഈ ഒരു ചെറിയൊരു പോർഷനിലാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്മളൊരു കോപ്പി ചെയ്ത് വെച്ചതുണ്ട്, അതിനെ ഈ ഒരു പോർഷനിലേക്ക് കൊണ്ടുവരണം. ആ പോർഷനിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് വരയ്ക്കണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഒരു സപ്പോർട്ട് വരയ്ക്കുന്നുണ്ട്. സപ്പോർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈൻ എടുക്കുന്നുണ്ട്. ലൈൻ എടുത്ത് ഞാനൊന്ന് സ്നാപ്പ് ഓൺ ആക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ മതി, എന്നിട്ട് എസ്കേപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സ്നാപ്പ് ഓഫ് ആക്കാം. ഇതിന്റെ ഒരു രണ്ട് കോപ്പി ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. 2 കോപ്പി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പോർഷനിന് എക്സ്ട്രൂഡാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മോഡിഫൈ ലിസ്റ്റിൽ പോയിട്ട് ഇവിടെ എക്സ്ട്രൂഡ് ഉണ്ട്, എക്സ്ട്രൂഡ് ഞാനിവിടെ കൂട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് എക്സ്ട്രൂഡ് വളരെ കൂടി പോയിട്ടുണ്ട്. ഇതിനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, നമ്മളെ ഫ്രെയിമിന്റെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്ട്രൂഡ് വാല്യൂ വളരെ കൂടി പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് എക്സ്ട്രൂഡ് ഒന്ന് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, എക്സ്ട്രൂഡിന്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രൂഡ് സെലക്ട് ചെയ്യാം. അതിന് പാരാമീറ്റേഴ്സിന്റെ താഴെ ഇവിടെ എമൗണ്ട് ഉണ്ട്, എമൗണ്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം ഷെയർ എങ്ങനെയുണ്ട്. ഈ രീതിയിലുണ്ട്. ഞാനൊന്ന് F3 ഓൺ ആക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈനെ സെലക്ട് ചെയ്തിട്ട് സെഗ്മെന്റ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഈ താഴത്തുള്ള ഈ പോർഷൻ ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇതുവരെ മതി. ഞാനൊന്ന് എക്സ്ട്രൂഡ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ വന്നിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ലാസ്റ്റത്തെ പോർഷൻ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒന്ന് മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എക്സ്ട്രൂഡ് എനിക്കുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇത് വളരെ തിൻ ആയിട്ടുള്ള ഒരു ഷീറ്റ് മൈലുണ്ട്, അതുകൊണ്ട് ഞാൻ എനിക്ക് തിക്നെസ് വേണ്ടിയിട്ട് ഞാനിവിടെ ഷെല്ല് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഷെല്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു ചെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ എടുത്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.